ജ്യോതിഷത്തിൽ ശനി ഒരു ഭയാനക ഗ്രഹമായി പലപ്പോഴും ചിത്രീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും കർമ്മത്തിന്റെയും നീതിയുടെയും അധിപനാണ് ശനി. ശനിയുടെ ചലനങ്ങൾ, സ്ഥാനങ്ങൾ, സംക്രമണങ്ങൾ എന്നിവ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നു. ശനിയുടെ സാധാരണ സഞ്ചാരത്തേക്കാൾ സവിശേഷമായ ഒന്നാണ് അതിന്റെ വക്രഗതി അഥവാ പിന്തിരിപ്പിക്കൽ ചലനം. 2025 ശനി മീനം രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ഒരു സുപ്രധാന കാലഘട്ടമുണ്ട്. 2025 ജൂലൈ 13 ആരംഭിക്കുന്ന ഈ വക്രഗതി നവംബർ 28 വരെ ഏകദേശം 139 ദിവസം നീണ്ടു നിൽക്കും. ചിങ്ങം രാശിയിൽ ഉൾപ്പെടുന്ന പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കാലയളവ്, പ്രത്യേകിച്ച് ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള മാസങ്ങൾ സവിശേഷമായ പ്രാധാന്യം അർഹിക്കുന്നു. ചിങ്ങം രാശിയുടെ 8ാം ഭാവമായ മീനത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. ഇത് അഷ്ടമശനി എന്നറിയപ്പെടുന്ന ഒരു സ്ഥാനമാണ്. പൊതുവെ അഷ്ടമശനി ഒരു വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടമായാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ശനിയുടെ വക്രഗതി ഈ സ്വാധീനത്തിൽ എന്ത് മാറ്റങ്ങൾ വരുത്തും? വെല്ലുവിളികൾക്കിടയിലും പൂരം നക്ഷത്രക്കാർക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വിശദമായ വിശകലനത്തിൽ നാം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. നേട്ടങ്ങൾ എന്നത് കേവലം ഭൗതിക ലാഭങ്ങൾ മാത്രമല്ല, ആത്മീയവും വ്യക്തിപരവുമായ വളർച്ച കൂടിയാണെന്ന വിശാലമായ കാഴ്ചപ്പാടോടെ നമുക്ക് ഈ വിഷയത്തെ സമീപിക്കാം. ഒരു ഗ്രഹം പിന്നോട്ട് ചലിക്കുന്നതായി ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ തോന്നുന്ന ഒരു പ്രതിഭാസമാണ് വക്രഗതി. യഥാർത്ഥത്തിൽ ഗ്രഹങ്ങൾ പിന്നോട്ട് പോവുകയല്ല, മറിച്ച് ഭൂമിയുടെയും ആ ഗ്രഹത്തിന്റെയും ആപേക്ഷിക വേഗതയിൽ ഉണ്ടാകുന്ന വ്യത്യാസം കാരണം സംഭവിക്കുന്ന ഒരു ദൃശ്യഭ്രമം മാത്രമാണിത്. ജ്യോതിഷപരമായി ഒരു ഗ്രഹം വക്രഗതിയിലായിരിക്കുമ്പോൾ അതിന്റെ സ്വാധീനം വളരെ ശക്തമായിരിക്കും. ആ ഗ്രഹം പ്രതിനിധീകരിക്കുന്ന കാര്യങ്ങളിൽ പുനർവിചിന്തനം നടത്താനും പഴയ വിഷയങ്ങൾ വീണ്ടും മുന്നിൽ വരാനും മുടങ്ങിപ്പോയ കാര്യങ്ങൾ പൂർത്തിയാക്കാനും അല്ലെങ്കിൽ ഉപേക്ഷിക്കാനും ഈ കാലയളവ് കാരണമാകും. ശനി വക്രഗതിയിലാകുമ്പോൾ കർമ്മബലങ്ങൾ കൂടുതൽ തീവ്രമായി അനുഭവപ്പെടും. മുൻകാല പ്രവൃത്തികളുടെ ബലം, അത് നല്ലതോ ചീത്തയോ ആകട്ടെ, ഈ സമയത്ത് നമ്മെ തേടിയെത്തും. ഇത് ഒരു ആത്മപരിശോധനയുടെയും തിരുത്തലിന്റെയും കാലമാണ്. ക്ഷമ, അച്ചടക്കം, കഠിനാധ്വാനം എന്നിവയുടെ പ്രാധാന്യം ശനി നമ്മെ പഠിപ്പിക്കും. അതിനാൽ വക്രഗതി കാലഘട്ടത്തെ ഒരു പ്രതിസന്ധിയായി കാണുന്നതിന് പകരം നമ്മുടെ ജീവിതത്തെ പുനഃക്രമീകരിക്കാനും ശക്തമായ ഒരു അടിത്തറ പാകാനുമുള്ള ഒരു അവസരമായി കാണുന്നതാണ് ഉചിതം. ചിങ്ങം രാശിയിൽ വരുന്ന 2ാമത്തെ നക്ഷത്രമാണ് പൂരം. ശുക്രൻ അധിപനായ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ കലാസ്നേഹികളും സൗന്ദര്യ ആരാധകരും ആഡംബരപ്രിയരും സ്നേഹസമ്പന്നരുമായിരിക്കും. മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള കഴിവും നല്ല സാമൂഹിക ബന്ധങ്ങളും ഇവരുടെ പ്രത്യേകതയാണ്. നേതൃപാടവവും ആത്മാഭിമാനവും ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും ചിങ്ങം രാശിയുടെ സ്വാധീനം മൂലം ഇവർക്കുണ്ടാവും. എന്നാൽ ചിലപ്പോൾ അമിതമായ ആത്മാഭിമാനം അഹങ്കാരമായും സുഖലോലുപത മടിയായും മാറാൻ സാധ്യതയുണ്ട്. 2025 ശനി മീനം രാശിയിലാണ് സഞ്ചരിക്കുന്നത്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് 8ാം ഭാവമാണ്. 8ാം ഭാവത്തിലെ ശനി സഞ്ചാരത്തെയാണ് അഷ്ടമശനി എന്ന് പറയുന്നത്. ജ്യോതിഷത്തിൽ 8ാം ഭാവം പ്രതിനിധീകരിക്കുന്നത് പെട്ടെന്നുള്ളതും അപ്രതീക്ഷിതവുമായ സംഭവങ്ങൾ, തടസ്സങ്ങൾ, ആയുസ്, പാരമ്പര്യ സ്വത്ത്, നിഗൂഢശാസ്ത്രങ്ങൾ, ആഴത്തിലുള്ള ഗവേഷണം, പരിവർത്തനം, മാനസിക ക്ലേശങ്ങൾ എന്നിവയാണ്. അഷ്ടമശനി കാലത്ത് അകാരണമായ ഭയം, ഉത്കണ്ഠ, തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ആശയക്കുഴപ്പം എന്നിവ അനുഭവപ്പെടാം. ജോലിയിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ, സ്ഥാനഭ്രംശം, സഹപ്രവർത്തകരുമായും മേലുദ്യോഗസ്ഥരുമായുള്ള പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. അനാവശ്യ ചിലവുകൾ വർദ്ധിക്കുകയും വരുമാനം കുറയുകയും ചെയ്യാം. നിക്ഷേപങ്ങളിൽ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കണം. പഴയ രോഗങ്ങൾ വീണ്ടും പ്രത്യക്ഷപ്പെടാനോ പുതിയ അസുഖങ്ങൾ വരാനോ സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണിത്. കുടുംബത്തിലും സൗഹൃദങ്ങളിലും തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനും ബന്ധങ്ങൾ വഷളാകാനും സാധ്യതയുണ്ട്. ഈ പൊതുഫലങ്ങൾ അറിഞ്ഞുകൊണ്ട് ശനിയുടെ വക്രഗതി ഈ സാഹചര്യത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്നും അതിൽ നിന്ന് എന്ത് നേട്ടങ്ങൾ കണ്ടെത്താമെന്നും നോക്കാം. ഓർക്കുക, ഒരു ഇരുണ്ട തുരങ്കത്തിന്റെ അവസാനത്തിൽ ഒരു വെളിച്ചമുണ്ടാകുമെന്നതുപോലെ അഷ്ടമശനി ഒരു വലിയ ജീവിത പരിവർത്തനത്തിന്റെ കവാടമാണ്. നേട്ടങ്ങളെ കേവലം ഭൗതിക ലാഭങ്ങളായി മാത്രം കാണാതിരുന്നാൽ പൂരം നക്ഷത്രക്കാർക്ക് ഈ കാലയളവ് ജീവിതത്തിലെ ഏറ്റവും മൂല്യവത്തായ ചില പാഠങ്ങൾ നൽകുന്ന ഒന്നായി മാറും. വെല്ലുവിളികളെ അതിജീവിക്കുന്നതിലൂടെ ലഭിക്കുന്ന കരുത്തും അറിവുമാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ നേട്ടം. അഷ്ടമശനിയുടെ സ്വാധീനം കാരണം പൂരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒരുതരം ശൂന്യതയോ അർത്ഥമില്ലായ്മയോ തോന്നാം. ഭൗതികമായ സുഖങ്ങളും സാമൂഹിക അംഗീകാരങ്ങളും നൽകുന്ന സന്തോഷം താൽക്കാലികമാണെന്ന തിരിച്ചറിവ് ഈ സമയത്തുണ്ടാകാം. ഇതിനോടൊപ്പം 2025 ഓഗസ്റ്റ് മാസത്തിലെ കേതു ചിങ്ങം രാശിയിൽ പൂരം നക്ഷത്രത്തിൽ തന്നെ സഞ്ചരിക്കുന്നു എന്നത് ഈ അവസ്ഥയെ കൂടുതൽ തീവ്രമാക്കും. കേതു ആത്മീയതയുടെയും വേർപിരിയലിന്റെയും ഗ്രഹമാണ്. ജന്മനക്ഷത്രത്തിലൂടെ കേതു സഞ്ചരിക്കുമ്പോൾ വ്യക്തിപരമായ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നതായി തോന്നാം. ശനിയുടെ 8ാം ഭാവത്തിലെ വക്രഗതിയും കേതുവിന്റെ ജന്മനക്ഷത്രത്തിലെ സ്ഥാനവും ഒരുമിച്ച് വരുമ്പോൾ അതൊരു വലിയ ആത്മീയ ഉണർവിനുള്ള അവസരമാണ് ഒരുക്കുന്നത്. ഞാൻ ആര്, എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ത് തുടങ്ങിയ ആഴത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ സ്വയം ചോദിക്കാൻ തുടങ്ങും. ഭൗതിക ലോകത്തിനപ്പുറമുള്ള ഒരു സത്യസന്ധതയെക്കുറിച്ച് അന്വേഷണം ആരംഭിക്കും. ഈ കാലയളവിലെ മാനസിക സംഘർഷങ്ങൾ നിങ്ങളെ ധ്യാനം, യോഗ, പ്രാർത്ഥന തുടങ്ങിയ ആത്മീയ സാധനകളിലേക്ക് നയിക്കും. ലൗകികമായ കെട്ടുപാടുകളിൽ നിന്നുള്ള ഒരു തരം നിർമ്മമത ഈ കാലയളവിൽ നിങ്ങൾക്ക് അനുഭവപ്പെടാം. ഇത് ഭയപ്പെടേണ്ട ഒന്നല്ല, മറിച്ച് നിങ്ങളുടെ യഥാർത്ഥ സ്വത്വത്തെ കണ്ടെത്താനുള്ള ഒരു യാത്രയുടെ തുടക്കമാണ്. ഈ യാത്രയിലൂടെ നിങ്ങൾ നേടുന്ന മാനസിക ശക്തിയും ജീവിതത്തെക്കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാടും ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമായിരിക്കും.
നിലവിലുള്ള ജോലിയിൽ അതൃപ്തി, അമിതമായ ജോലിഭാരം, അർഹിക്കുന്ന അംഗീകാരം ലഭിക്കാത്ത അവസ്ഥ, മേലുദ്യോഗസ്ഥരുമായ അഭിപ്രായ വ്യത്യാസം എന്നിവ ഈ കാലയളവിൽ സാധാരണമാണ്. ചിലർക്ക് ജോലി നഷ്ടപ്പെടുമോ എന്ന ഭയം വരെ ഉണ്ടായേക്കാം. പുതിയ പ്രോജക്റ്റുകൾ തുടങ്ങുന്നതിനും നിലവിലുള്ളവ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും കാലതാമസവും തടസ്സങ്ങളും നേരിടാം. നിലവിലെ കരിയർ പാത നിങ്ങൾക്ക് അനുയോജ്യമാണോ എന്ന പുനർവിചിന്തനം നടത്താൻ ഈ സമയം നിങ്ങളെ നിർബന്ധിതരാക്കും. ഒരുപക്ഷെ നിങ്ങൾ ഇഷ്ടമില്ലാത്ത ഒരു ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ അത് മാറ്റി പുതിയൊരു പാത തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ ഈ കാലം പ്രേരിപ്പിക്കും. വക്രഗതി സമയത്ത് പെട്ടെന്ന് ജോലി രാജിവെക്കുന്നത് ബുദ്ധിയല്ല, പകരം നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണ്, എന്ത് മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് വിശകലനം ചെയ്യാനും പുതിയ കഴിവുകൾ നേടാനും ഈ സമയം ഉപയോഗിക്കാം. പഴയ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു പാഠം കൂടിയാണിത്. ജോലിസ്ഥലത്തെ രാഷ്ട്രീയത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനും നിങ്ങളുടെ കഠിനാധ്വാനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ശനി നിങ്ങളെ പഠിപ്പിക്കും. ഈ കാലയളവിൽ നിങ്ങൾ കാണിക്കുന്ന ക്ഷമയും കഠിനാധ്വാനവും വക്രഗതിക്ക് ശേഷം നിങ്ങൾക്ക് മികച്ച അവസരങ്ങൾ കൊണ്ടുവന്ന് തരും. ഇത് നിങ്ങളുടെ കരിയറിലെ ഒരു പുതിയ അധ്യായത്തിന്റെ അടിത്തറ പാകുന്ന സമയമാണ്. അപ്രതീക്ഷിത ചെലവുകൾ ഈ കാലയളവിന്റെ ഒരു പ്രധാന പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് 2025 ഒക്ടോബർ 5 മുതൽ നവംബർ 28 വരെ ശനി പൂർവ്വഭദ്രപാദ നക്ഷത്രത്തിലൂടെ വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ പൂരം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായ കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കേണ്ടി വരുമെന്ന് സൂചനയുണ്ട്. കുടുംബാംഗങ്ങളുടെയോ സ്വന്തമോ ആയ ചികിത്സാ ആവശ്യങ്ങൾക്കായി വലിയൊരു തുക ചെലവായേക്കാം. വരുമാനത്തിൽ കുറവ് സംഭവിക്കാനും കിട്ടാനുള്ള പണം വൈകാനും സാധ്യതയുണ്ട്. ഈ സാമ്പത്തിക ഞെരുക്കം പണത്തിന്റെ മൂല്യത്തെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും. അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കി ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കി ജീവിക്കാൻ നിങ്ങൾ നിർബന്ധിതരാകും. സാമ്പത്തിക ആസൂത്രണത്തിന്റെ പ്രാധാന്യം നിങ്ങൾ തിരിച്ചറിയും. പഴയ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ തെളിയും. എന്തുതന്നെയായാലും ഈ കാലഘട്ടത്തിൽ നിങ്ങൾ പഠിക്കുന്ന സാമ്പത്തിക അച്ചടക്കം നിങ്ങളുടെ ഭാവി ജീവിതത്തിന് ഒരു മുതൽക്കൂട്ടായിരിക്കും. അഷ്ടമശനിയുടെ സമ്മർദ്ദം നിങ്ങളുടെ പെരുമാറ്റത്തെ ബാധിക്കാം. ഇത് കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും പങ്കാളിയുമായും തെറ്റിദ്ധാരണകൾക്ക് കാരണമാകും. പഴയ പ്രശ്നങ്ങൾ വീണ്ടും ഉയർന്നു വരാം. നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കപ്പെടുന്ന നിരവധി സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ആരൊക്കെയാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്, ആരൊക്കെയാണ് നിങ്ങളെ ഉപേക്ഷിച്ച് പോകുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ആത്മാർത്ഥതയില്ലാത്ത ബന്ധങ്ങളെ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കാൻ സഹായിക്കും. യഥാർത്ഥ സ്നേഹബന്ധങ്ങളുടെ ആഴം മനസ്സിലാക്കാനും അവയെ കൂടുതൽ ദൃഢമാക്കാനും ഈ കാലയളവ് ഉപകരിക്കും. ക്ഷമിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും പഠിക്കുന്നതിലൂടെ പല ബന്ധങ്ങളും തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കും. നിങ്ങളുടെ സംസാരത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാനും മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കാനും നിങ്ങൾ പഠിക്കും. ഈ കാലഘട്ടത്തിലെ അനുഭവങ്ങൾ നിങ്ങളെ ഒരു മികച്ച പങ്കാളിയും സുഹൃത്തും കുടുംബാംഗവുമാക്കി മാറ്റും. 8ാം ഭാവത്തിലെ ശനി ആരോഗ്യ പ്രശ്നങ്ങളെ സൂചിപ്പിക്കുന്നു. വിട്ടുമാറാത്ത രോഗങ്ങൾ, എല്ലുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ദഹന സംബന്ധമായ അസുഖങ്ങൾ എന്നിവ ഈ സമയത്ത് അലട്ടാൻ സാധ്യതയുണ്ട്. ഊർജ്ജസ്വലത കുറയുന്നതായും എപ്പോഴും ഒരുതരം ക്ഷീണം അനുഭവപ്പെടുന്നതായും തോന്നാം. ആരോഗ്യകാര്യങ്ങളിൽ കാണിക്കുന്ന ചെറിയ അശ്രദ്ധ പോലും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന പാഠം ശനി നിങ്ങളെ പഠിപ്പിക്കും. നിലവിലെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾ നിർബന്ധിതരാകും. ഭക്ഷണക്രമം, വ്യായാമം, ഉറക്കം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ദുശീലങ്ങൾ ഉപേക്ഷിക്കാൻ ഇത് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ വൈദ്യസഹായം തേടാനും കൃത്യമായ ചികിത്സ ഉറപ്പാക്കാനും നിങ്ങൾ ശ്രമിക്കും. ഈ കാലയളവിൽ നിങ്ങൾ ആരോഗ്യത്തിന് നൽകുന്ന പ്രാധാന്യം ദീർഘകാലത്തേക്ക് നല്ല ആരോഗ്യം നിലനിർത്താൻ നിങ്ങളെ സഹായിക്കും. ഈ കാലയളവിൽ ആത്മപരിശോധനയും ആസൂത്രണവുമാണ് പ്രധാനം. കരിയറിലും സാമ്പത്തിക കാര്യങ്ങളിലും വലിയ തീരുമാനങ്ങൾ എടുക്കാതെ നിലവിലെ സാഹചര്യങ്ങളെ വിലയിരുത്തുക. കേതുവിന്റെ സ്വാധീനം മൂലം ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. പഴയകാല സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട്. മുടങ്ങിക്കിടന്ന കാര്യങ്ങളെക്കുറിച്ച് പുനരാലോചിക്കാൻ ഇത് നല്ല സമയമാണ്. ഈ ഘട്ടം കൂടുതൽ ശ്രദ്ധ വേണ്ട ഒന്നാണ്. അപ്രതീക്ഷിതമായ ചെലവുകൾ, പ്രത്യേകിച്ച് ആരോഗ്യപരമായവ ഈ സമയത്തുണ്ടാകാം. മാനസിക സമ്മർദ്ദം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ക്ഷമയോടെയും വിവേകത്തോടെയും സാഹചര്യങ്ങളെ നേരിടണം. സംസാരത്തിൽ മിതത്വം പാലിക്കുക. ഏത് കാര്യത്തിലും എടുത്തുചാടി തീരുമാനമെടുക്കരുത്. ഈ കാലയളവ് സുരക്ഷിതമായി തരണം ചെയ്താൽ നവംബർ 28 ശനി നേർരേഖയിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നതോടെ ജീവിതത്തിൽ കാര്യങ്ങൾക്ക് വ്യക്തത വരികയും തടസ്സങ്ങൾ പതിയെ നീങ്ങിത്തുടങ്ങുകയും ചെയ്യും. ശനി വക്രഗതിയുടെയും അഷ്ടമശനിയുടെയും ദോഷങ്ങൾ കുറയ്ക്കാനും നേട്ടങ്ങൾ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ചില പരിഹാരങ്ങൾ നോക്കുമ്പോൾ ശനിയാഴ്ചകളിൽ ശനീശ്വര ക്ഷേത്ര ദർശനം നടത്തുക, എള്ളുതിരി കത്തിക്കുക, ശനിസ്തോത്രങ്ങൾ ജപിക്കുക എന്നിവ ഉത്തമമാണ്. മഹാദേവനെ പ്രാർത്ഥിക്കുന്നത് ശനിദോഷങ്ങൾക്ക് ഏറ്റവും നല്ല പരിഹാരങ്ങളാണ്. തിങ്കളാഴ്ചകളിലും ശനിയാഴ്ചകളിലും ശിവക്ഷേത്ര ദർശനം നടത്തുക, ധാര, പിൻവിളക്ക് തുടങ്ങിയ വഴിപാടുകൾ നടത്തുക. ശാസ്താവ് ശനിയുടെ അതിദേവതയാണ്. ശാസ്താ ക്ഷേത്രത്തിൽ ദർശനം, നീരാഞ്ജനം, വഴിപാട് എന്നിവ ശനിദോഷ ശാന്തിക്ക് വളരെ ഫലപ്രദമാണ്. ഹനുമാനെ ഭജിക്കുന്നവർക്ക് ശനിദോഷങ്ങൾ കുറവായിരിക്കും. ഹനുമാൻ ചാലിസ പതിവായി ജപിക്കുന്നത് മാനസിക ധൈര്യം നൽകും. വിഘ്നങ്ങളെ അകറ്റാൻ ഗണപതിയെ പ്രാർത്ഥിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ശനിയാഴ്ചകളിൽ പാവപ്പെട്ടവർക്കും അംഗവൈകല്യമുള്ളവർക്കും ഭക്ഷണം, വസ്ത്രം, എള്ള്, എണ്ണ എന്നിവ ദാനം ചെയ്യുന്നത് ശനിപ്രീതിക്ക് കാരണമാകും. കഠിനാധ്വാനം ചെയ്യുന്ന തൊഴിലാളികളെ സഹായിക്കുക, ബഹുമാനിക്കുക. പ്രായമായവരെയും രോഗികളെയും ശുശ്രൂഷിക്കുക.
എല്ലാ കാര്യങ്ങളിലും സത്യസന്ധതയും നീതിയും പുലർത്തുക. വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പാലിക്കുക. ജീവിതത്തിൽ ഒരു ചിട്ടയും അച്ചടക്കവും കൊണ്ടുവരിക. ഈ കാലയളവിൽ വലിയ നിക്ഷേപങ്ങൾ, പുതിയ സംരംഭങ്ങൾ, വസ്തു ഇടപാടുകൾ എന്നിവ കഴിവതും ഒഴിവാക്കുക. ആരോഗ്യകാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. കൃത്യസമയത്ത് വൈദ്യപരിശോധന നടത്തുക. വാഹനം ഓടിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തുക. ആരുമായും വാഗ്വാദങ്ങളിലും കലഹങ്ങളിലും ഏർപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. ക്ഷമയോടെ കാര്യങ്ങളെ സമീപിക്കുക. 2025 ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള ശനിയുടെ വക്രഗതി കാലഘട്ടം പൂരം നക്ഷത്രക്കാർക്ക് അഷ്ടമശനിയുടെ ഭാഗമായതിനാൽ തീർച്ചയായും ചില വെല്ലുവിളികൾ നിറഞ്ഞതാണ്. എന്നാൽ ഈ വെല്ലുവിളികളെ ഭയത്തോടെ കാണേണ്ടതില്ല. ജീവിതത്തെ ഒരു പുതിയ തലത്തിൽ നിന്ന് നോക്കിക്കാണാനും നിങ്ങളുടെ ശക്തിയും ദൗർബല്യവും തിരിച്ചറിയാനും മോശം ശീലങ്ങളെയും ബന്ധങ്ങളെയും ഒഴിവാക്കി ജീവിതം ശുദ്ധീകരിക്കാനുമുള്ള ഒരു സുവർണ അവസരമാണിത്. ഈ കാലഘട്ടത്തിലെ നേട്ടങ്ങൾ പണത്തിന്റെ രൂപത്തിലോ സ്ഥാനമാനങ്ങളുടെ രൂപത്തിലോ ആകണമെന്നില്ല. മറിച്ച് കഠിനമായ അനുഭവങ്ങളിലൂടെ നിങ്ങൾ നേടുന്ന ആത്മവിശ്വാസം, മാനസികമായ കരുത്ത്, ജീവിതത്തെക്കുറിച്ചുള്ള പക്വമായ കാഴ്ചപ്പാട്, ആത്മീയമായ ഉണർവ് എന്നിവയായിരിക്കും ഏറ്റവും വലിയ സമ്പാദ്യം. ശനി എന്ന മഹാനായ ഗുരു ചില കഠിനമായ പരീക്ഷണങ്ങളിലൂടെ നിങ്ങളെ കൂടുതൽ കരുത്തരും ശുദ്ധരുമാക്കി മാറ്റുന്ന ഒരു കാലഘട്ടമാണിത്. ക്ഷമ, കഠിനാധ്വാനം, ഈശ്വരവിശ്വാസം എന്നിവ മുറുകെ പിടിച്ച് ഈ കാലത്തെ നേരിട്ടാൽ വക്രഗതി അവസാനിക്കുമ്പോൾ കൂടുതൽ ശോഭനമായ ഒരു ഭാവിക്കായിരിക്കും നിങ്ങൾ അടിത്തറയിടുന്നത്.